ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 18ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന ചേഞ്ചസ്, കുഞ്ഞിന്റെ വളർച്ച, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഗർഭകാലത്തിന്റെ 18ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന ക്ഷീണം, തളർച്ചയൊക്കെ കുറവായിരിക്കും ഈ ഒരു വീക്കിൽ. കൂടുതൽ സമയവും എനർജറ്റിക് ആയിരിക്കും. എന്നാൽ ചില സമയത്ത് ക്ഷീണവും തളർച്ചയൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. അത് സാധാരണമാണ്. അതുപോലെ തന്നെ ഗർഭപാത്രം വളരുന്നത് കൊണ്ട് തന്നെ ബാക്ക് പെയിൻ കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വയറിന്റെ സൈഡിൽ കൊളുത്തിപ്പിടുത്തം അല്ലെങ്കിൽ വയറുവേദനയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ ദഹനത്തിന്റെ പ്രശ്നം, നെഞ്ചരിച്ചിൽ, ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ധാരാളം വെള്ളം കുടിക്കാനും ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയുടെ ഓരോ മാസം കൂടുന്തോറും വജൈനൽ ഡിസ്ചാർജ് ചിലരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന, ഡിസ്ചാർജിന്റെ സ്മെല്ല്, അതുപോലെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണാൻ മറക്കരുത്. നിങ്ങളുടെ ബോഡിയിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ നോർമൽ ആയിട്ടുള്ള കളറിൽ നിന്നും കുറച്ചുകൂടെ ഡൾ ആയിട്ട് കളർ തോന്നാം. അതുപോലെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. സെക്കൻഡ്, തേർഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്കിൽ കിട്ടാറുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് താമസം വരാം. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ താമസം വരാം. 3-4 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ബ്രസ്റ്റിന്റെ സൈസ് കൂടുതലായിരിക്കും. ബ്രസ്റ്റ് പെയിൻ ഒക്കെ ഈ ടൈമിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് പ്രഗ്നൻസിയിൽ ബ്ലഡ് പ്രഷർ കുറയുന്നത് കൊണ്ട് തന്നെ തലകറക്കം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കുക. അതുപോലെ നമ്മൾ ഉറങ്ങി എണീക്കുന്ന ടൈമിൽ ബെഡിൽ നിന്നും പെട്ടെന്ന് ചാടി എണീക്കാതെ കുറച്ചുനേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം എണീക്കാൻ. അതുപോലെ തന്നെ ചെയറിൽ നിന്നൊക്കെ എണീക്കുന്നതൊക്കെ പതിയെ വേണം. പൊതുവെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ സെക്സിനോടുള്ള താല്പര്യം കൂടുതലായിരിക്കും. ഈ ഒരു വീക്കിലൊക്കെ ഗർഭിണി അനീമിക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 18ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ അസ്ഥികൾ, പേശികളൊക്കെ നല്ലപോലെ സ്ട്രോങ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. കുഞ്ഞ് വയറിനകത്ത് ഉറങ്ങുന്നുണ്ടാവും. അതുപോലെ കുഞ്ഞിന്റെ കൈകാലുകൾ നീട്ടുകയും വളയ്ക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുടിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്. കുഞ്ഞ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുഞ്ഞിന്റെ നെഞ്ച് ഉയരുകയും താഴുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കുഞ്ഞിന്റെ സ്കിന്ന് ഇപ്പോഴും നേർത്തതായത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ബ്ലഡ് വെസൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുഞ്ഞിന് അമ്മയുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീക്കിൽ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ യൂട്രസും ഫെലോപ്പിയൻ ട്യൂബും ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ലിംഗം പ്രകടമായ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു വീക്കിൽ നമുക്ക് കുഞ്ഞിന്റെ ജെൻഡർ അറിയാൻ സാധിക്കുന്നതാണ്. കുഞ്ഞിന്റെ കൈകാലുകളിൽ ഫിംഗർ പ്രിന്റ് ഫോം ആയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ടാവും. കുഞ്ഞിന്റെ സൈസ് ഏകദേശം ചെറിയൊരു ക്യാപ്സിക്കത്തിന്റെ അത്ര വലിപ്പം ഉണ്ടാവും. അതുപോലെ കുഞ്ഞിന്റെ നീളം 14.2 സെന്റിമീറ്ററും കുഞ്ഞിന്റെ വെയിറ്റ് 190 ഗ്രാമുമാണ് ഉണ്ടാവുക. ഏകദേശം നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രയും വലിപ്പം ഉണ്ടാവും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാൽഷ്യം, അയൺ ടാബ്ലറ്റ് ഇവ കൃത്യമായിട്ട് കഴിക്കുക. എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് കഴിക്കുക. ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ബെഡ് റെസ്റ്റ് എടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ഭക്ഷണത്തിൽ അയൺ അടങ്ങിയിട്ടുള്ളതും കാൽഷ്യം അടങ്ങിയിട്ടുള്ളതുമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പാല്, മുട്ട, തൈര്, ഇറച്ചിയൊക്കെ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. പകൽ ഉറങ്ങാതെ രാത്രി കാലങ്ങളിൽ കൂടുതൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുന്നത്, ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത്, ഒരുപാട് നേരം ഇരിക്കുന്നത്, നിൽക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ 30 മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും ദിവസവും നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉപ്പ്, മധുരം എന്നിവ കുറയ്ക്കുക. ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം കുറയ്ക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.